ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അതും അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് ഞാനും അല്ലിക്കുട്ടനും കൂടെ പെരിന്തൽമണ്ണയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ കാത്ത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അപ്പോഴാണ് ആ കണിക്കൊന്നയൊക്കെ കണ്ടത്. അത് കഴിഞ്ഞ് നേരെ ഷോപ്പിൽ പോയി അമ്മേനെയും കൂട്ടിയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഹെയർ കട്ടിന് പോകാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ഹെയർ കട്ടിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ. അപ്പോൾ അത് കാണാത്തൊരു കയറി കാണണം കേട്ടോ. അപ്പോൾ ഷോപ്പിൽ പുതിയ ഇതിൻ്റെ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾ അല്ലിക്കുട്ടൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് നന്ദിനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലിക്കുട്ടൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ സാൻഡ്വിച്ചും പിന്നെ ജ്യൂസും ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉച്ച സമയമാണ് കേട്ടോ. പിന്നെ നോമ്പും കൂടെ ആയതുകൊണ്ട് വലിയ റഷൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ സാൻഡ്വിച്ച് വന്നു. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ സാൻഡ്വിച്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് കേട്ടോ. വെജാണ്, നന്ദിനിയിൽ വെജ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ജ്യൂസും ഒക്കെ കിട്ടി. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ സാദിക്കേട്ടൻ്റെ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാദിക്കേട്ടൻ വന്നു. നമ്മൾ അൽ ഹൈഫയിലോട്ട് പോകണം കേട്ടോ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2:30-ക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തി കുറച്ച് നേരം ആൻറ്റിയെ വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, ചാനലിൽ കയറി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലായിട്ട് എൻ്റെ ഹെയർ. നോർമൽ ലെയറാണ് ചെയ്തത്. നന്നായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്മ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ ആകെയുള്ള പരിപാടി ഇതുള്ളൂ കേട്ടോ. ഞാൻ ത്രെഡ് ചെയ്യാറില്ല, എനിക്ക് പേടിയാണ്. അമ്മ ത്രെഡ് ചെയ്യും, പിന്നെ ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യും. ഇതാണ് ഞങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ ആകെയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടേ അമ്മ ചെയ്യാറുള്ളൂ. വേറെ എവിടെയും പോയിട്ട് അമ്മ ത്രെഡ് ചെയ്യാറില്ല കേട്ടോ. കാരണം അതൊരു വിശ്വാസമാണ്, നന്നായിട്ട് ചെയ്തു തരും എന്നുള്ളത്. അങ്ങനെ അല്ലിക്കുട്ടൻ എന്താ അവിടെ പാട്ടൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഷോപ്പിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പുതിയ ഹെയർ സ്റ്റൈലിൽ കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. മുടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസിനാകെ മാറുമല്ലോ. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ അതൊക്കെ കൊണ്ടിങ്ങനെ ഫുൾ ടൈം കണ്ണാടിയൊക്കെ നോക്കി അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളിനി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വെറുതെ നമ്മുടെ മാർക്കറ്റ് സിറ്റി മാളിലൊന്ന് കയറി. അപ്പോൾ അല്ലിക്കുട്ടൻ പുറത്തിറങ്ങുമ്പോൾ അവൻ ആകെ ഉള്ളത് ഇവിടെ വന്നിട്ട് ആ ഒരു കാറൊക്കെ ഓടിക്കുക, അതൊക്കെയാണ് അവൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആശന്ത ഫ്രണ്ടിൽ കയറി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആദ്യം ഞങ്ങൾ പിന്നെ നമ്മുടെ സ്ഥിരം സ്റ്റുഡിയോയിലൊന്ന് കയറി എന്തെങ്കിലും പുതിയതൊക്കെ വന്നിട്ടുണ്ടോയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക, ഒരു സമാധാനം. അപ്പോൾ ഇവിടെ നിൽക്കുമ്പം അല്ലിക്കുട്ടന് ഭയങ്കര സങ്കടം കേട്ടോ പുറത്ത് കാറിൽ കയറാൻ. പക്ഷേ കാറിൻ്റെ ആളവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ കയറിയത്. അപ്പോൾ അല്ലിക്കുട്ടൻ എന്താ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവിടെ ആൾ വന്നു. അപ്പോൾ പിന്നെ അല്ലിക്കുട്ടൻ എന്താ കാറിൽ കയറ്റി. അവന് ബൈക്കായിരുന്നു ഇഷ്ടം, പക്ഷേ കുഞ്ഞായതുകൊണ്ട് അവൻ വീണ് പോകുമെന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു അവന് പ്രായമായില്ല പറഞ്ഞു. പിന്നെ അല്ലിക്കുട്ടൻ എന്താ കാറിൽ കയറി. അവൻ 3 റൗണ്ടാണ് കേട്ടോ, 100 രൂപയാണ് റേറ്റ് വരിക 3 റൗണ്ടിന്. അങ്ങനെ അവൻ കുറച്ച് നേരം അതിലൊക്കെ കളിച്ചു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ്റെ വിചാരം അവനാണ് വണ്ടി ഓടിക്കുന്നതെന്ന് കേട്ടോ. അങ്ങനെ അത് സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് ലൈറ്റൊക്കെ ഇട്ട് ഓഫാക്കിയൊക്കെ കളിച്ച് അങ്ങനെ കുറേ നേരം കളിച്ചു കേട്ടോ അതിൽ. സാധാരണ ഇതിന്ന് ഇറങ്ങുമ്പോൾ കരച്ചിലാണ് ഉണ്ടാവാറ്, പക്ഷേ ഇന്ന് കരഞ്ഞൊന്നുമില്ല, നല്ല കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ ബൈക്കിൽ കയറി കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ആ ആളൊന്നും പറഞ്ഞില്ല. അപ്പോൾ കുറച്ച് നേരം അതിലേക്ക് ഇരുന്ന് കളിച്ചിട്ടൊക്കെയാണ് പിന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാതെ പോകുന്നതൊരു വിഷമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവന് ആ ഒരു ലോലിപോപ്പ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അത് വാങ്ങിക്കൊടുത്തു. പിന്നെ അവന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചെങ്കിലും കഴിച്ചതൊക്കെ അമ്മയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് മോമോ ആൻഡ് മീ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നുള്ള ഈ ഒരു ഫ്രൈഡ് മോമോസ് ആണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ചതിൽ ഏറ്റവും നല്ല മോമോസ് ഇവിടുത്തെയാണ് കേട്ടോ. ഇത് ചിക്കൻ ഫ്രൈഡ് മോമോസാണ്. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ചട്നി പോലത്തെ ഒരു സംഭവം പിന്നെ ഒരു സോസും തരും. അതിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിറങ്ങി. എന്നിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പൂരം തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നില്ല, കാരണം നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് പോകുന്നതുകൊണ്ട്. എന്നാലും താഴെ പൂരപ്പറമ്പ് പോകാൻ നല്ല രസമല്ലേ.
അപ്പോൾ പൂരപ്പറമ്പിൽ കൂടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു അല്ലുക്കുട്ടനെയും കൊണ്ട്. അവനും ഒരു രസമായിരിക്കുമല്ലോ. അപ്പോൾ വീട്ടിനകത്ത് തന്നെ എപ്പോഴും ഇരിക്കുമല്ലോ. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ കുറേ ആളും ഇതൊക്കെ കാണുമ്പം നമുക്കൊരു ചേഞ്ച് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങറ്റം തൊട്ടേ ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം തിരക്കുമാണ്. പിന്നെ അല്ലുക്കുട്ടനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ മാറി മാറി എടുത്താൽ പോവാം, നടത്തിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ തിരക്കും കാര്യങ്ങളും വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നതുകൊണ്ട് പിന്നെ അതിനകത്തുനിന്നൊന്നും വേറെ ഒന്നും കഴിച്ചില്ല. പിന്നെ അവനിങ്ങനെ ഓരോ ടോയ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ JCB അവൻ്റെ ഫേവറേറ്റ്, അവൻ ആദ്യം കണ്ടപ്പോൾ തന്നെ അതങ്ങ് മേടിച്ചു. പിന്നെ എന്തൊക്കെയോ കുറേ ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങറ്റവും ഇങ്ങറ്റവും ഒക്കെ നടന്ന് ഞങ്ങൾ കുറേ ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ പോവാണ്, വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളുമാണ് ക്ഷേത്രത്തിൽ ഈ ഒരു ഉത്സവം നടക്കുന്നതുകൊണ്ട്. അങ്ങനെ ഇതാ അല്ലുക്കുട്ടൻ എല്ലാം വാങ്ങിച്ച് സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ സ്റ്റെപ്പൊക്കെ കയറിയപ്പോൾ തനിയെ പോവും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. അവനെല്ലാം കൊണ്ടുവന്നപ്പോൾ തന്നെ ഒക്കെ പൊട്ടിച്ച് കളിയൊക്കെ തുടങ്ങി. കുറേയൊക്കെ ഇന്നലെ തന്നെ അതിൻ്റെ പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ്, ഓട്ടോ, JCB അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം കവറൊക്കെ പൊട്ടിച്ചത് അതിൽ നിന്നൊക്കെ പൊട്ടി വീഴുന്നുണ്ട്. ആ JCB ആദ്യം തന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മുകൾ ഭാഗമൊക്കെ. അപ്പോൾ പാക്കറ്റിലുണ്ട്, അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.